ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചർച്ചാ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ അതായത് ക്രമക്കേടും വോട്ടർ പട്ടികയിലെ കൃത്രിമവും വോട്ട് മോഷണവും ഒക്കെയാണ്. ബംഗളൂരു നഗരത്തിലെ സമീപമുള്ളതായ ബലത്തൂരിലെ മുനീർ റെഡ്ഡി ഗാർഡനിൽ ഒറ്റ മുറിയും ഒരു കൊച്ചടുക്കളയും മാത്രമേ ഉള്ളൂ. അവിടെ 80-ൽ പരം വോട്ടുകളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം തീർന്നില്ല, ഒരു മദ്യനിർമ്മാണശാലയിൽ 68 വോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതോടും തീർന്നില്ല, മഹാരാഷ്ട്രയിലെ ഷിർഡി നിയമസഭാ മണ്ഡലത്തില് ഒരൊറ്റ വീട്ടിൽ അഥവാ ഒറ്റ കെട്ടിടത്തിൽ 7000 വോട്ടുകളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ അതായത് തൃശ്ശൂരിൽ നിന്നും അതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ തിരിമറി നടത്തിയതായിട്ട് അപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനാധിപത്യത്തിലുള്ളതായ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ തങ്ങളുടെ ഭരണാധികാരികളെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണം ജനങ്ങൾക്കായി, ജനങ്ങളാൽ, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എന്നുള്ള ആശയമാണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, അധികാരം ജനങ്ങൾക്കാണ്. അതുപോലെ ഈ ജനങ്ങൾക്കാണ് ഇവരെ അധികാരത്തിൽ കയറ്റുവാനും അതുപോലെ അധികാരത്തിൽ ഇറക്കുവാനുള്ളതായ അവകാശം ജനങ്ങൾക്കാണെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. മാത്രമല്ല, ഈ കള്ളവോട്ടും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും തെരഞ്ഞെടുപ്പിലെ കൃത്രിമവും ഒക്കെ ജനാധിപത്യത്തിന് വലിയ അപകടമാണ് ക്ഷണിച്ചു വരുത്തുന്നത്. ജനങ്ങൾ പിന്നീട് തെരഞ്ഞെടുപ്പിനെ അവിശ്വസിക്കാൻ തുടങ്ങും. അത് മാത്രമല്ല, അതായത് ദുഷ്പ്രവർത്തിക്കാര് ഭരണത്തിൽ കയറുവാനും അഴിമതിയും അക്രമവും അഴിച്ചുവിടുവാനും സാധ്യതയുണ്ട്. ഈ ബൈബിൾ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. സത്യം, നീതി, വിശ്വസ്തത എന്നിവയാണ് ബൈബിൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരിക്കണം തെരഞ്ഞെടുപ്പ് എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് ദൈവം വെറുക്കുന്നുവെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 16-19 വാക്യങ്ങളിൽ ദൈവം മോശയോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപതിമാരെയും പ്രമാണികളെയും നീ നിയമിക്കണം. അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം. ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവചനം 10-1-2 വാക്യങ്ങളിൽ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എന്റെ ജനത്തിന്റെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും മാത്രമല്ല, അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാൻ തക്കവണ്ണ നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്നാണ്. അന്യായം ചെയ്യുന്നവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് ഫലമായി അധികാരത്തിൽ വരുന്നവർ ദരിദ്രന്മാരുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സാധ്യതയുണ്ട്. സദൃശവാക്യം 29-2 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു, ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു. ഇതെല്ലാം വചനത്തിൽ പറഞ്ഞിട്ട് ഉണ്ട് എങ്കിൽ തന്നെ ഒരു കാര്യം മറന്നു പോകരുത്. ഇവിടെ